എല്ലാ വർഷം ന്യൂയോർക്കിൽ മെറ്റ് ഗാല എന്ന് പറഞ്ഞ ഒരു ഇവന്റ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഫാഷൻ എക്സ്ട്രാവഗാൻസ ഇവന്റ് ആണെന്ന് പറയാം. പക്ഷേ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്സ് അതിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഈച്ച് ആൻഡ് എവറി ഇയർ ആ ഒരു ഇവന്റിന് ഒരു തീം ഉണ്ടാവും. സോ ആ തീമിനനുസരിച്ചായിരിക്കും എല്ലാം സെലിബ്രിറ്റീസ് ഓർ പോപ്പുലർ പേഴ്സണാലിറ്റീസ് ഡ്രസ്സപ്പ് ചെയ്ത് വരുന്നുണ്ടാവുക. നമ്മൾ അതിന്റെ ഫാഷൻ ആ ഒരു ഫോട്ടോസ് അത്ര ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സിലുള്ള ഫോട്ടോസ് ഒക്കെ നമ്മൾ ഇന്റർനെറ്റിലും എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയസിലെല്ലാം ഭയങ്കര ഫേമസ് ആയിരിക്കും. സോ നമ്മൾ എപ്പോഴും ആ ഒരു ഡ്രസ്സ് അല്ല ആ ഒരു സെലിബ്രിറ്റീസ് മോസ്റ്റ് വെൽ ഡ്രസ്ഡ് അതൊക്കെ ആയിരിക്കും നമ്മൾ ക്യൂരിയസ് ആയിട്ട് എപ്പോഴും കാണാനായിട്ട് എപ്പോഴും നമ്മൾ നോക്കുന്നുണ്ടാവുക. ബട്ട് ഞാനിന്ന് പറയാൻ പോകുന്നത് ആ കാർപ്പറ്റിനെ കുറിച്ചാണ്. ആസ് എ മലയാളി നമ്മൾ അതിന് ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. കുറെ പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കേരളത്തിലെ ചേർത്തല എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ് നെയ്ത്ത് ബൈ എക്സ്ട്രാ വീവിന്റെ ആ ഒരു ബ്രാൻഡാണ് ഈ ഒരു കാർപ്പറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ മെറ്റ്ഗാലയ്ക്ക് വേണ്ടിയിട്ട്. സോ ഈ വർഷത്തെ മെറ്റ്ഗാലയുടെ കാർപ്പറ്റ് വന്നിട്ട് 73,625 ഫീറ്റ് ആണ് അത് വന്നിരിക്കുന്നത്. അത് കുറെ 500ഓളം മലയാളീസ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്, നമ്മളെല്ലാവരും അല്ല ചെയ്ത മലയാളീസ് എല്ലാവരും. ഐ അപ്രീഷിയേറ്റ് ദം ബിക്കോസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാർപ്പറ്റ്. നമുക്ക് ആ കണ്ടാൽ തന്നെ അറിയാം അതിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഓ മൈ ഗോഡ്, അത് ഈ ഒരു വർഷം മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് അത് പോയിരിക്കുന്നത്. ബട്ട് 2022 തൊട്ട് പോയിരിക്കാം, 2022, 2023, 2025 ആൻഡ് 2026. ബട്ട് ഈ 4 വർഷം നമ്മൾ മെറ്റ്ഗാലയ്ക്ക് കാർപ്പറ്റ് തീമിനനുസരിച്ച് കാർപ്പറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. സോ ആ കാർപ്പറ്റാണ് എനിക്ക് ആക്ച്വലി സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും.